എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞല്ലോ. ഒരാശ്വാസവാക്കെങ്കിലും പറയാൻ എനിക്കാരുമില്ല. അച്ഛനും പോയി, മകനും പോയി. കൊച്ചമ്മ വിഷമിക്ക. ആ ശങ്കരമേനോന്റെ അഹങ്കാരം അധിക കാലത്തേക്ക് നീണ്ടു നിൽക്കില്ല. അത് എന്റെ മക്കള് തന്നെ അത് തീർത്തോ. എന്റെ അജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടുമായിരുന്നു. കൊച്ചമ്മേ, അജയൻ കുഞ്ഞ് തീർച്ചയായും തിരിച്ചു വരുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ മോനെ കാണാതായിട്ട് എത്ര വർഷം കഴിഞ്ഞു. അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല സൈമൺ. ശ്രീദേവി കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചു. അച്ഛനെയും ചേട്ടനെയും കണ്ട ഓർമ്മ പോലും അവൾക്കില്ല. എന്ത് ചെയ്യാം, എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. കൊച്ചമ്മ, പണ്ട് മകൻ നഷ്ടപ്പെട്ടെന്ന് കരുതി യാക്കൂബ് നെഞ്ചത്തടിച്ച് വിലപിച്ചു. ആ വിളി യഹോവ കേട്ടു. യാക്കൂബിന്റെ മകൻ വലിയവനായി തിരിച്ചെത്തി. അതുപോലെ ഒരു ദിവസം അജയും കുഞ്ഞും കർത്താവിന്റെ കൃപ കൊണ്ട് വലിയവനായിട്ട് തന്നെ തിരിച്ചെത്തും. കൊച്ചമ്മ, ആ ദേവയുടെ ഭർത്താവ് പഠിച്ച പണി 18 നോക്കിയിട്ടും എന്റെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. ശങ്കരമേനോനെ തൊട്ട് കളിച്ചവരാരും തന്നെ ഇന്നോളം മേല് നോവാതെ പോയിട്ടുമില്ല. അച്ഛൻ ആ സ്ത്രീ എന്ത് പിഴച്ചു? സ്ഥാനത്തും അസ്ഥാനത്തും ആ സ്ത്രീ അച്ഛൻ കുറ്റപ്പെടുത്തിയാൽ അവരെന്ത് ചെയ്യും? സത്യത്തിൽ ഇന്ന് കുഴപ്പമുണ്ടാക്കിയത് നമ്മുടെ തൊഴിലാളികളാണ്. അച്ഛൻ അതിർത്തി വിട്ട് സംസാരിച്ചിട്ടും അച്ഛനെതിരായി അവർ അക്ഷരം വേണ്ടിയിട്ടില്ല. എടാ, ഞാൻ ഭഗവത്ഗീത മാത്രമല്ല വെൺമണി കവിതകളും വായിച്ചിട്ടുണ്ട്. അല്പസ്വല്പമൊക്കെ തെറിയും പറയാറുണ്ട്. പെട്ടെന്ന് കണ്ടണ്ട് ഇതെന്റെ സ്വഭാവമാണ്. നിനക്ക് കിട്ടിയിരിക്കുന്നതേ നിന്റെ തള്ളയുടെ പഴങ്കഞ്ഞി സ്വഭാവമാണ്. എന്താ അച്ഛാ, കൈക്ക് വീണ്ടും വേദന വന്നോ? ബഹളത്തിനിടയില് ഏതോ ഒരു കഴിവരുടെ കയ്യെ വേദനയുള്ള സ്ഥലത്ത് എന്നെ അങ്ങ് കൊണ്ടു. ഞാൻ കുഴമ്പ് വിട്ട് ചൂട് വേണ്ട, സാരമില്ല സാരമില്ല. എന്നാ ചേട്ടാ അച്ഛാ. ഇന്നത്തെ പോസ്റ്റിലും സുരേന്ദ്രന്റെ എഴുത്തൊന്നും വന്നില്ല അല്ലേ? അവൻ അങ്ങനെ ഒരു കോന്ത. പണം ആവശ്യമുള്ളപ്പോ മാത്രം പ്രിയപ്പെട്ട അച്ഛനെ എന്ന് മറ്റ് നീട്ടി പിടിച്ചൊരു എഴുത്ത് എഴുതും. അവന് പഠിക്കാൻ ഒരുപാടില്ലേ അച്ഛാ. സമയക്കുറവുകൊണ്ടായിരിക്കും കത്തെഴുതാത്തത്. അവൻ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഒത്തു പറയാൻ നീ ഉണ്ടല്ലോ. പിന്നെ അവൻ എങ്ങനെ ചീറ്റാകാതിരിക്കും? ഇനി വല്ല അസുഖവും മറ്റും ആണോ എന്തോ. ഏതായാലും നാളെ ഞാൻ കോളേജിൽ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇന്നലെ വരെ ആ തെങ്ങ് നമ്മുടെ പറമ്പിലായിരുന്നു. ശങ്കരമേനോന്റെ വേലക്കാർ വേലി പുതുക്കി കെട്ടിയപ്പോ കായൻ ആ വേലിന്റെ സ്ഥലം അപഹരിച്ചെടുത്തതുപോലെ ഈ തെങ്ങും കൂടെ അകത്താക്കി കെട്ടിക്കളും. തർക്കമുള്ള തെങ്ങിലെ തേങ്ങ നമുക്ക് വേണ്ട സൈമൺ. അങ്ങനെ വിടാൻ പറ്റുമോ കൊച്ചമ്മ? കള ശങ്കരമേനോന്റെ സ്വഭാവം നമുക്ക് അറിയാൻ പാടില്ലേ. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും പോകണം. അത് എന്റെ മൂത്ത മകനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ആ പയ്യൻ കുറച്ച് ഭേദമാണ്. പലപ്പോഴും തന്തയെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാജേന്ദ്രൻ നല്ലവനാ. എന്റെ മോൻ അജയനും അവനും ഒരേ പ്രായമാ. രാജേന്ദ്രനെ കൊണ്ട് ശ്രീദേവിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് അവന്റെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. കൊച്ചമ്മ, വിവാഹം ദൈവനിശ്ചയമാ. അതുകൊണ്ട് അത് ഇനിയും നടക്കാൻ പാടില്ലെന്നില്ല. ശ്രീദേവി കുഞ്ഞിനെ എന്തോ കൊണ്ട കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. എപ്പോഴാ ഞാൻ ഹോസ്റ്റലിൽ പോകണ്ടേ? നാളെ രാവിലെ തന്നെ പൊയ്ക്കോ. കഴിഞ്ഞ പ്രാവശ്യം അവൾ എടുപിടിന്ന് പോയതാ. സാരികൾ പോലും കൊണ്ടുപോയിട്ടില്ല. അയ്യോ കഷ്ടം. തിന്നാൻ പോലും ഒന്നും കൊടുത്തയക്കാൻ പറ്റിയില്ല. എന്നാ കൊച്ചമ്മ എല്ലാം റെഡിയാക്കി വെച്ചാട്ടെ. ഞാൻ അതിരാവിലെ ഉള്ള വണ്ടിക്ക് അങ്ങ് പോവാം. നിങ്ങൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്റെ പോസ്റ്റർ വലിച്ചേറിയത്? വഴക്കുണ്ടാക്കേണ്ടി വന്നാൽ വഴക്കുണ്ടാക്കും. എന്ത് ചെയ്യും? രാധികയെ, നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല. എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന ശ്രീദേവിയോട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരു നാട്ടുകാരാ. നാട്ടിലെ കുടിപ്പക കോളേജിലും കൊണ്ടുവന്നിരിക്കുക. എനിക്ക് ആരോടും ഒരു പകയുമില്ല. ഇലക്ഷൻ നിൽക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? അതെല്ലാം ആണുങ്ങളുടെ കുത്തകയല്ലേ. മനസ്സാക്ഷി ഇല്ലാത്ത വർഗം. കർത്താവെ, ഞാൻ ഭർത്താവില്ലാതാറു പറ്റൂ. ആ കർത്താവിന്റെ കൃപ കൊണ്ടാടാറും ചത്തു. സൈമൺ വന്നിട്ട് ഏറെ നേരമായോ? ഇപ്പൊ ഇങ്ങോട്ട് എത്തതേ ഉള്ളൂ. കൊച്ചമ്മ കാച്ചെണ്ണയും സാരിയും ബ്ലൗസും കടുമാങ്ങയും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. ട്രെയിനിലിരിക്കാൻ സ്ഥലം കിട്ടിയോ? കർത്താവിന്റെ കൃപ കൊണ്ട് 1 ഇഞ്ച് സ്ഥലം പോലും കിട്ടി. പിന്നെ നമ്മുടെ മേടയിലെ രാജേന്ദ്രൻ കുഞ്ഞിന്റെ കാരുണ്യം കൊണ്ട് ഒരു പാതി ചന്തി സീറ്റിലോട്ടൊന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. ആരാടി ഈ രാജേന്ദ്രൻ കുഞ്ഞ്? നമ്മുടെ സുരേന്ദ്രന്റെ ചേട്ടൻ. ഞങ്ങൾ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുഞ്ഞെ, ആ പെട്ടി എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ചാട്ടെ. ഒരു ചെറിയ നാറ്റം കടുമാങ്ങ എങ്ങാനും കമന്ന് കാണുമോ എന്തോ. മധുരമുള്ളതൊന്നും തന്നയച്ചില്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് ശ്രീദേവി കുഞ്ഞിന് എരിയും പുളിയും ഒക്കെയാണ് ഇഷ്ടം. നീ എന്ന്
സ്മാർട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അയ്യോ പെട്ടി മാറിപ്പോയെന്നാ തോന്നുന്നത്. കർത്താവിന്റെ കൃപ. ഏതെ പെട്ടി മാറിപ്പോയതാ? അയ്യോ അതല്ല, ഈ പെട്ടി രാജേന്ദ്രൻ കുഞ്ഞിന്റെ പെട്ടിയാണെന്നാ തോന്നുന്നത്. ആ പെട്ടിയും ഈ പെട്ടിയും കണ്ടാ ഒരുപോലെ ഇരിക്കും. രണ്ടും തമ്മിൽ കണ്ടാ തിരിച്ചറിയല. കർത്താവേ, ഞാൻ അതല്ല ആലോചിക്കുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആ ബാർബർ പപ്പനാവനും ഉണ്ടായിരുന്നു. അവന്റെ പെട്ടിയെങ്ങാനും കഷ്ടകാലത്തിന് മാറി എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ ശ്രീദേവി കുഞ്ഞിനൊരു ബാർബർ ഷാപ്പ് താമസിയാതെ തുടങ്ങാമായിരുന്നു. ശ്രീദേവി, ഇത് സുരേന്ദ്രന്റെ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഞാനും അതാണ് ആലോചിക്കുന്നത്. അറിഞ്ഞോണ്ട് പറ്റിച്ചതായിരിക്കും. എങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചേട്ടനെ അനിയനെയും വെറുതെ വിട്ടൂടാ. കുഞ്ഞെ, ഇനി എനിക്കങ്ങ് പോകാമല്ലോ. രാജേന്ദ്രൻ കുഞ്ഞ് ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിൽ മാറ്റി എടുത്തോണ്ടാ മതിയല്ലോ. ശരി, സൈമൺ പോയിക്കോളൂ. ഓ